തീർച്ചയായിട്ടും ആ, ഈ വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു കൺസേൺ ഇ പിക്ക് വെടിയേറ്റിരിക്കുന്നു എന്നത് വസ്തുതയാണല്ലോ. ഇ പിക്ക് വെടിയേൽക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് ഇത്രയും കാലമായിട്ടും നമുക്ക് വ്യക്തമായിട്ടില്ല. അതിൽ നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് എന്ന് പറയുന്ന രണ്ടുപേർ. അതിലൊരാൾ ജീവനോടെയില്ല, ഒരാൾ പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. കെ വൈ സുധീഷിൻ്റെ വധവുമായി ബന്ധപ്പെട്ടാണ് പേട്ട ദിനേശ് പിന്നീട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നത്. അത് ആരുടെ കാലഘട്ടത്തിലാണ്? എസ് എഫ് ഐ നേതാവായിരുന്ന കെ വി സുധീഷിനെ കൊല്ലുന്നതും ഇതേ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ആൾ തന്നെയാണ്. ഇതിൽ മറ്റൊരു പ്രതിയുണ്ട്, ഈ വിക്രം ചാലിൽ ശശി. ഈ വിക്രം ചാലിൽ ശശിയാണെങ്കിലും ശരി, പേട്ട ദിനേശനാണെങ്കിലും ശരി, ഇവരെ പിന്നീട് സി പി എം തുടർച്ചയായിട്ട് പിന്തുടരുന്നുണ്ട്. 1999 എന്ന് തോന്നുന്നു ഇതിൽ വിക്രം ചാലിൽ ശശിയെ കണ്ണൂരിൽ വെച്ച്, എനിക്ക് തലശ്ശേരി ചെറുവാഞ്ചേരി റൂട്ടിലൂടെ ഒരു ബസ്സിൽ വെച്ച് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ വിക്രം ചാലിൽ ശശിയും പേട്ട ദിനേശനും നൽകിയ മൊഴികൾ മാത്രമാണ് ഈ അന്വേഷണത്തിലുള്ളത്. ഈ സംഭവം നമ്മളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മിസ്മാച്ചിങ് ആയിട്ട് ഒട്ടേറെ ഘടകങ്ങൾ കാണും. 95 ഏപ്രിൽ 12 രാവിലെ 10:15 ഈ ഓങ്കോളിൽ വെച്ച് വെടിയേൽക്കുന്നു. ചെന്നൈയിലാണ് പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അതേ ദിവസം തന്നെ ഈ രണ്ട് പ്രതികളെയും പോലീസിന് പിടികൂടാൻ സാധിക്കുന്നു. ഈ ദിനേശിനെ വാഹനത്തിൽ വെച്ച് ട്രെയിനിൽ വെച്ച് തന്നെ പിടികൂടി. വിക്രം ചാലിൽ ശശി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടി ശരീരത്ത് പരിക്കുകളോടുകൂടി ചെന്നൈയിൽ വെച്ചാണ് പിടികൂടുന്നത്. അവരുടെ ആദ്യ മൊഴി അനുസരിച്ച് ഇതിൽ ഗൂഢാലോചനയില്ല. ഇവർ പറയുന്നത് തങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന ഒരു RSS പ്രവർത്തകനെ, അനിൽകുമാറിനെ മറ്റോ സി പി എം കൊന്നതിലുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് കൊല്ലുന്നത്. പക്ഷേ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവർ ടിക്കറ്റ് എടുക്കാതെയാണ് വണ്ടിയിൽ ആദ്യം കയറുന്നത്, പിന്നീട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ജനറേറ്റർ റൂമിലിരുന്ന് പിന്നീട് AC കമ്പാർട്ട്മെൻറ്റിലെത്തി. അവിടെ എങ്ങനെയാണ് അവിടെ എത്താൻ സാധിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ഇ പി ജയരാജൻ ഇവർക്ക് തിരിച്ചറിയണമല്ലോ. അത് പ്രധാനപ്പെട്ട കാര്യം. ഇ പി ജയരാജൻ ഈ ചണ്ഡീഗഡിൽ നടന്ന, ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് എന്നതറിയണം. ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ആരാണ് ഈ വിവരം ഇവർക്ക് ചോർത്തിക്കൊടുത്തത്? തീർച്ചയായും കണ്ണൂരിൽ നിന്ന് പോകുന്ന ഈ രണ്ട് നേതാക്കൾക്ക് മറ്റൊരു സഹായമില്ലാതെ ദില്ലിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനമാണ്. ഇവരുടെ കയ്യിൽ മറ്റു പണവുമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇവരുടെ കയ്യിൽ ഒരു വിദേശ നിർമ്മിത റിവോൾവർ ഉണ്ടായിരുന്നു. ആ റിവോൾവർ ആരുടേതായിരുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യമാണ്. അത് കണ്ണൂരിലൊരു വ്യവസായിയുടെ മകൻ്റെയായിരുന്നു. ആ അന്വേഷണം ആ തരത്തിലും അവിടേക്കും പോയിട്ടില്ല. പിന്നീട് ഈ വ്യവസായി ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് കളഞ്ഞു പോയിരുന്നു എന്നാണ്. അവിടെയും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എവിടെ? ഡൽഹിയിൽ നിന്ന്, ചണ്ഡീഗഡിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഓങ്കോളിൽ വെച്ച് ഈ വെടിവെച്ച റിവോൾവർ കണ്ണൂരിലെ വ്യവസായിയുടേതാണ്. അവിടെയും അന്വേഷണം പോയിട്ടില്ല. മൂന്നാമത്തെ ഇതിനകത്തെ പ്രധാനപ്പെട്ട മിസ്മാച്ചിങ്, ഇതിൽ പേട്ട ദിനേശൻ നൽകിയിരിക്കുന്ന ഒരു മൊഴിയിലാണ് ഒരു MLA-യുടെയും ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടും ഈ കേസിലൊരു തുമ്പും ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആന്ധ്രാപ്രദേശിലെ താഴ്ന്ന കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇവരെ ആകെ ഒരൊറ്റ നിയമത്തിലാണ് ഈ ദിനേശനെ ശിക്ഷിക്കുന്നത്, ആംസ് ആക്ട് പ്രകാരം. ബാക്കിയുള്ള ഈ ഗൂഢാലോചനയുടെ കാര്യത്തിലാണെങ്കിലും വധശ്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒഴിവാക്കുകയാണ് ആന്ധ്ര കോടതി ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ ഹൈക്കോടതി വിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായത്, ഒരു കുറ്റത്തിന് 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് FIR ഇടാൻ കഴിയില്ല. FIR ഇട്ട് ഒരിടത്ത് ശിക്ഷിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് നിൽക്കില്ല എന്നുള്ളതാണ്. സെഷൻസ് കോടതി ശരിവെച്ചെങ്കിലും ഹൈക്കോടതി ആന്ധ്രാപ്രദേശിൽ ഈ ദിനേശിനെ എതിരെ കേസെടുക്കുകയും അതിൽ ആംസ് ആക്ട് പ്രകാരം ശിക്ഷിച്ചതും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രസക്തമായ ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് ഇ പി ജയരാജനെ വധശ്രമത്തിൽ ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച വിക്രം ചാലിൽ ശശിയെ കയ്യിൽ കിട്ടിയിട്ടും CPM പ്രവർത്തകർ കൊന്നുകളഞ്ഞത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ പേട്ട ദിനേശൻ ജയിലിൽ കഴിഞ്ഞിട്ടും, ജീവപര്യന്തം കഴിഞ്ഞിട്ടും അവിടെ നിന്നും ഈ തെളിവുകളിലേക്ക്, ഈ കണക്റ്റുകൾ, ഞാൻ ഈ പറഞ്ഞ മിസ്മാച്ചുകൾ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവിലേക്ക് പോകാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനമായിട്ടും നിൽക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ CPM തുടർച്ചയായി 1995 സംഭവിച്ച് 97 കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം, അറസ്റ്റ് ചെയ്യുന്നത് വളരെ നാടകീയമായിട്ടാണ്. അന്നൊരു പക്ഷേ നമ്മളൊക്കെ പഠിക്കുന്ന സമയമാണ്. കേരളത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കിയ ഒരു സമയം. തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് തീവണ്ടിയിൽ പോകുന്ന കെ സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സന്നാഹം വരുന്നു. അത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. തീവണ്ടിക്കുള്ളിൽ ബൽപ്പിടുത്തം നടക്കുന്നു. അതിനുശേഷം തലശ്ശേരിയിൽ വെച്ച് കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നു. കെ സുധാകരനെ അറസ്റ്റ് ചെയ്യുമ്പോഴും കൃത്യമായ ഗൂഢാലോചനയിലേക്ക് പിൻ പോയിന്റ് ചെയ്യാവുന്ന ശക്തമായ മൊഴികളൊന്നും തന്നെയില്ല. ഒരു MLA-യുടെ, ഒരു നേതാവിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തങ്ങൾ എന്നുള്ളൊരു അവ്യക്തമായ മൊഴിക്കപ്പുറത്തേക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ റിവോൾവർ എങ്ങനെയാണ് ഈ വ്യവസായിയിൽ നിന്ന് ഇവരുടെ കൈകളിലേക്ക് എത്തിയതെന്നറിയില്ല. എങ്ങനെയാണ് ഈ രാജധാനി ട്രെയിനിലെ AC കമ്പാർട്ട്മെൻറ്റിലേക്ക് ജനറേറ്റർ റൂമിൽ നിന്ന് ഇവർ രണ്ടുപേർക്കും അവിടെ ഇ പി ജയരാജൻ ഉണ്ട് എന്നറിയാമായിരുന്നിട്ടും അവിടേക്ക് എത്തിയതെന്നറിയില്ല. കാരണം ആ ഘട്ടത്തിൽ മൊബൈൽ ഫോണുകളൊന്നുമില്ല ട്രേസ് ചെയ്യാൻ.
മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ബാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ പിന്നീട് ആദ്യഘട്ടത്തിൽ പേരുണ്ടായിരുന്നെങ്കിലും തിരുവഞ്ചൂരൊക്കെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അത് തേച്ചു മായ്ച്ചു കളഞ്ഞു എന്നതൊക്കെയാണ് CPM-ന്റെ ആക്ഷേപം. പക്ഷേ പലതവണ CPM ഇതിനിടയ്ക്ക് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ, ഇപ്പോൾ EK നായനാരുടെ കാര്യത്തിലാണെങ്കിലും ശരി, VS അച്യുതാനന്ദൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇവരൊക്കെ അധികാരത്തിൽ എത്തുന്ന സമയത്ത് പോലും ഈ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാനോ അതിലേക്ക് കെ സുധാകരനെ പ്രതിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനോ കഴിയുന്ന കൃത്യമായ തെളിവുകളിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു, EP ജയരാജന് വെടിയേറ്റത് എന്തിനു വേണ്ടിയാണ്? അത് RSS പ്രവർത്തകരായ അനിൽകുമാറിനെ CPM കൊലപ്പെടുത്തിയതിലുള്ള പ്രതികാരമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചന തെളിയിക്കാൻ ആവശ്യമായ 2 പ്രതികളും ഇന്നിപ്പോൾ ഇല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു TP രാജീവൻ എന്നൊരു പ്രതിയാണ്. ആ പ്രതിക്കും ഇതിൽ കൂടുതൽ തെളിവുകൾ നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മിസ്മാച്ചിങ്ങുകൾ പൂരിപ്പിക്കാൻ CPM-നും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു വശത്ത്. ആ ഘട്ടത്തിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ EP പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ CPM-ന് ഒരു പ്രതികരണം ആവശ്യമായിരുന്നു. വിഷയത്തിൽ CPM-ന് ഒരു പ്രതികരണവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കെ സുധാകരൻ പറഞ്ഞ വാക്ക് പാവം EP എന്നാണ്. ആ വാക്കിൽ പലതും അടങ്ങിയിട്ടുണ്ട്. പാവം EP എന്ന് പറയുമ്പോൾ അതിൽ EP പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നൊരു ധ്വനിയുണ്ട്. 2, ഒരുപക്ഷെ ഒരു സർക്കാസ്റ്റിക് ആവാം, ഇത് തെളിയിക്കാൻ തങ്ങൾക്ക് സാധിച്ചില്ല, പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഈ കേസിൽ എന്നതാവാം. 3, ഒരുപക്ഷെ BJP-യിലേക്ക് നാളെ EP ജയരാജൻ പോകാനുള്ള സാധ്യതയുടെ ഒരു സൂചനയായിരിക്കാം. എന്താണെങ്കിലും EP ജയരാജൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് താൻ ഒരു അപ്പീൽ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഇത് ഏതെങ്കിലും തരത്തിൽ അപ്പീൽ പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സ്വകാര്യ ന്യായം അപ്പീൽ ഫയൽ ചെയ്ത് പോകാനായിരിക്കും. സർക്കാരിന് പോകേണ്ടതാണ് എന്ന് പറയുന്നതിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സർക്കാർ പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ അപ്പോഴും ഒരു ഉറപ്പില്ല. പറയുന്ന LDF കൺവീനറാണ്. LDF കൺവീനർ സർക്കാർ പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ വായിച്ചെടുക്കാൻ നോക്കൂ, ഇത് EP-ക്കല്ലാതെ മറ്റാർക്കും ഈ കേസിൽ താല്പര്യമില്ല എന്ന ധ്വനി കൂടി അവിടെ ഉണ്ടാവുന്നു. അതുകൊണ്ട് തോറ്റുപോയത് യഥാർത്ഥത്തിൽ EP ആണ് എന്നാണ് ഞാൻ പറയുക. EP-ക്ക് ഇപ്പോഴും വെടിയേറ്റതിൻ്റെ വളരെ വലിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതും പേര് നടക്കുന്നൊരു മനുഷ്യനാണ് EP. അപ്പോൾ EP അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടോ കേസന്വേഷണത്തിൽ ഈ പറയുന്ന മിസ്സിംഗ് ലിങ്കുകൾ ഫില്ല് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആരെയാണ്? കെ സുധാകരനെയാണ്. കെ സുധാകരൻ ഏകദേശം പാർട്ടിയിൽ ഒറ്റപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ഒരുപക്ഷെ ജൂൺ 4-ന് ശേഷം KPCC സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള ഏറെ സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിന്ന് അല്പം കൂടി കരുത്തോടു കൂടി ഈ വിധിക്ക് ശേഷം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഒരു രാഷ്ട്രീയമായ വിജയം കൂടിയാണ് ഈ കേസിലെ തിരിച്ചടി, CPM-ന്റെ തിരിച്ചടി എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. Meet the editors.